നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. എന്റെ ചോദ്യം, ഹൂ ഈസ് ദിസ് പി വി? പന്ന വൃത്തികെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണോ പി വി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? വിശദമായി സമയം തരണം. ആദ്യമേ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനായിട്ടുള്ളൂ, നമുക്ക് പരമാവധി നിശബ്ദരായിട്ട് നിങ്ങൾ ഇരിക്കണം. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ അനിൽകുമാർ. അദ്ദേഹം ചർച്ച അവസാനിപ്പിക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് ആ കാരണം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ ചില പേരുകളുടെ ചുരുക്കപ്പേരൊക്കെ പറഞ്ഞല്ലോ. എന്റെ ചോദ്യം, ഹൂ ഈസ് ദിസ് പി വി? പന്ന വൃത്തികെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണോ പി വി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? എന്താ ഉറക്കം വരുന്നു. ആ പി വി എന്താണ് എന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി താങ്കൾ പി വി എന്ന് വിളിക്കുന്നില്ലായിരിക്കും, അത് താങ്കൾക്ക് അത്രേ സ്വാതന്ത്ര്യമുള്ളൂ. കർത്തയ്ക്ക് അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പി വി എന്ന് വിളിക്കും. അതിപ്പോ സ്വപ്ന എന്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത് താങ്കൾക്ക് അറിയാമോ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അത് അവരുടെ സൗകര്യവും ബന്ധവും അനുസരിച്ച് ഓരോരുത്തരും അവരവർക്ക് സൗകര്യമുള്ളതുപോലെ സ്നേഹത്തിൽ ഓരോ വാക്കുകൾ വിളിക്കും. അത് വിട്ടു. താങ്കൾ ഒരു മീനാക്ഷിയുമായിട്ട് വന്നല്ലോ. മീനാക്ഷി വിജയനാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചിരിക്കും എന്താണ് മീനാക്ഷിക്ക് ഈ വിഷയത്തിനകത്തുള്ള പങ്ക് എന്ന്. ഇത് മീനാക്ഷി അല്ല സാർ, ഇത് വീണയാണ് സാർ, വീണ വിജയനാണ് സാർ. ആ വീണ വിജയൻ എന്ന് പറയുന്നത് ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ്. അതെ അതെ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടങ്കയും വലങ്കയും ചങ്കുമായിരുന്ന ശിവശങ്കറിന്റെ കഴിഞ്ഞ ദിവസം ആരെയും കരളലിയിപ്പിക്കുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. ജയിലിൽ നിന്ന് കഴുത്തിലൊരു കോളർ, കയ്യിലൊരു ബാൻഡേഡ്, നടുവിലൊരു ബാൻഡേഡായിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടല്ല സാർ. പിന്നെ താങ്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നില്ലേ, അപ്പൊ പിണറായി വിജയനെയും വേട്ടയാടുന്നു. അത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളൻ പാക്കറിനുണ്ട്. അവൻ തേങ്ങാമോഷണ കേസിൽ പിടിയിലായപ്പോ അവൻ പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് മഹാത്മാഗാന്ധിയും ജയിലിൽ പോയിട്ടുണ്ട്, ഞാനും ജയിലിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയുള്ള അല്പത്തരമാണ് സാർ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഏതെങ്കിലും ഒരു CPM നേതാവ് ഇപ്പോ അങ്ങ് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നു, രണ്ടാമത്തെ ദിവസം ഈ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തുടങ്ങി വെച്ച കീഴ്വഴക്കമാണ്. അതായത് ഉത്തരം മുട്ടുന്ന ചോദ്യം വരുമ്പോൾ എഴുന്നേറ്റ് പോവുക. നേരത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരുന്നത് സമയമായി എന്ന് പറയുകയായിരുന്നു. ഇതിപ്പോ 7 മണി വാർത്താ സമ്മേളനം അല്ലാത്തതുകൊണ്ട് സമയം ഇവരാ നിശ്ചയിക്കുന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരുന്നത്. ചോദ്യം ലളിതമാണ് സാർ. 1.72 കോടി രൂപ നിങ്ങളുടെ വീണ വിജയന്റെ കമ്പനിയിലേക്ക് വന്നു. ആ കമ്പനിയിലേക്ക് വന്നപ്പോൾ തിരിച്ചു കൊടുത്ത സേവനം എന്താണ്? അതിന് മറുപടിയായിട്ട് എന്താ പറഞ്ഞത്? MS ഓഫീസ് ഉണ്ട്. MS ഓഫീസ് എന്ന് പറഞ്ഞ 7 നില വലിയ കെട്ടിടമാണ്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞത്. അതിനകത്ത് ലിഫ്റ്റ് വെക്കണം, അത് തറ തൂത്തുവാരാനായിട്ട് എല്ലാ ദിവസവും 3-4 ജീവനക്കാരെ നിർത്തണം എന്നൊക്കെ പറയുന്ന വികലമായ മറുപടി അല്ലാതെ ടു ദ പോയിന്റ് നിങ്ങൾക്കൊരു മറുപടി ഉണ്ട്. കയ്യിൽ പോവാ, അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അത് അഴിമതിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു മീനാക്ഷിയുടെ ഉദാഹരണം പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും അത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.